ടൂറിസ്റ്റുകളുടെ സ്വർഗം എന്നാണ് സൈപ്രസ് അറിയപ്പെടുന്നത്. എന്നാൽ സൈപ്രസിലെ ആളുകളും ഭരണകൂടവും ഒക്കെ വലിയ ആശങ്കയിലാണ് ഇപ്പോഴുള്ളത്. കൂടിവരുന്ന ജൂത കുടിയേറ്റം തന്നെയാണ് അവരെ ആശങ്കയിലാക്കുന്നത്. നമുക്കറിയാം, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് പശ്ചിമേഷ്യ അശാന്തമായ ആ ഒരു സമയത്താണ് വലിയ തോതിൽ ഇസ്രായേലിൽ നിന്ന് ജൂതന്മാർ അങ്ങോട്ട് സൈപ്രസിലേക്ക് കുടിയേറുന്നത്. പിന്നീട് അവിടെ ഈ പറഞ്ഞതുപോലെ വലിയ തോതിൽ സ്വത്തും ഭൂമിയും ഒക്കെ ഇവർ വാങ്ങിക്കൂട്ടുകയാണ്. സ്വാഭാവികമായും അവിടെയുള്ള ആളുകൾക്കുള്ള ആശങ്ക നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ സൈപ്രസിൻ്റെ നിയന്ത്രണം സൈപ്രസുകാരുടെ നിന്ന് മാറുമോ, അല്ലെങ്കിൽ അവരിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുമോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ആശങ്ക തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. അതാണ് ചർച്ച ചെയ്യുന്നത്. അജിംസ, പണ്ട് ഫലസ്തീൻ്റെ കാര്യം നമുക്കറിയാം. സൈപ്രസിനെ മറ്റൊരു ഫലസ്തീനാക്കുക തന്നെയായിരിക്കുമോ ലക്ഷ്യം? അതായത് 1948 ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് 1900 ഈ ബ്രിട്ടീഷ് മാൻഡേറ്റിന് കീഴിലായിരുന്നു ഫലസ്തീൻ. അന്ന് ബ്രിട്ടീഷുകാരുടെ അധീനതയിലാണ് ഫലസ്തീൻ ഉള്ളത്. ആ സമയത്ത് ഫലസ്തീനിൽ ധാരാളമായി യൂറോപ്പിൽ നിന്നുള്ള ആളുകൾ, യൂറോപ്യൻ സിയോണിസ്റ്റുകൾ അവിടെ വന്ന് ഭൂമി വാങ്ങിക്കൂട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം വാങ്ങിയെന്ന് വെച്ചാൽ മൊത്തം ഇന്ന് കാണുന്ന നമ്മൾ ഫലസ്തീൻ്റെ ഒരു 10% പോലും അവർക്ക് വാങ്ങിക്കൂട്ടാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ വാങ്ങിക്കൂട്ടലിന് കൃത്യമായ ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. അത് വ്യക്തികളല്ല വാങ്ങിക്കൊണ്ടിരുന്നത്, സിയോണിസ്റ്റ് ഓർഗനൈസേഷൻ, സംഘടനകളും കൂട്ടായ്മകളൊക്കെയാണ് കൂടി വാങ്ങുന്നത്. അപ്പോൾ അവർക്ക് അതിന് പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. ഒരു ജൂയിഷ് ഹോംലാൻഡ് സ്ഥാപിക്കാൻ വേണ്ടി ഭൂമി വാങ്ങിക്കൂട്ടുന്നത് തന്നെയാണ്. അതിൽ ബ്രിട്ടൻ്റെ പിന്തുണയും അതിലുണ്ടായിരുന്നു, ബ്രിട്ടീഷ് പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ ആ പിന്തുണയോടുകൂടി സംഘടിതമായി ഭൂമി വാങ്ങിക്കൂട്ടി. അത് വ്യക്തികളല്ല വാങ്ങിയത്, ഓർഗനൈസേഷൻ, സിയോണിസ്റ്റ് ഓർഗനൈസേഷനാണ്. അവർക്ക് അതിൻ്റേതായ ലക്ഷ്യം, പ്രഖ്യാപിത ലക്ഷ്യമുണ്ടായിരുന്നു. അതിന് ബ്രിട്ടൻ്റെ പിന്തുണയുണ്ടായിരുന്നു. പിന്നെ അതിന് അവിടെ ഉണ്ടായിരുന്ന അറബ് പോപ്പുലേഷനെ എക്സ്പെൽ ചെയ്യുക, അവരവിടെ നിന്ന് പുറന്തള്ളുക എന്നുള്ളത് അതിൻ്റെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. ആ ലക്ഷ്യം അവർ നിറവേറ്റുകയും ചെയ്തു. പക്ഷേ അതിന് സമാനമാണ് ഇപ്പോൾ നമ്മൾ സൈപ്രസിൽ കാണുന്നതെന്ന് പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം, അവിടെ സൈപ്രസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ 3 ലക്ഷം യൂറോയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഞങ്ങൾ റെസിഡൻസ് പെർമിറ്റ് നൽകും, 2 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ പെർമനൻറ്റ് റെസിഡൻഷിപ്പ് നൽകും, പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള സാഹചര്യം ഒരുക്കും എന്നവർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കാരണം അവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നോൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്, നോൺ EU രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പേർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ അങ്ങോട്ട് കുടിയേറുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ ഇസ്രായേലിൽ നിന്നുള്ളതാണെന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രശ്നം. അപ്പോൾ ഇസ്രായേലിൽ നിന്നുള്ള ഈ പ്രോപ്പർട്ടി പർച്ചേസ് അത് സൈപ്രസിൽ അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ പ്രശ്നമാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു തരം നമ്മൾ മുമ്പ് കണ്ടതുപോലെ, ഫലസ്തീനിൽ കണ്ടതുപോലെയുള്ളൊരു അധിനിവേശം നടക്കാൻ പോവുകയാണെന്ന് അവർ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള ആളുകൾ, മറ്റ് നോൺ EU രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പലരും സൈപ്രസിൽ സ്ഥലം വാങ്ങുന്നുണ്ട്. അവിടെ ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്, നടത്തുന്നുണ്ട്, ടൂറിസം രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊന്നുമില്ലാത്ത രീതിയിൽ ഇസ്രായേലിൽ നിന്നുള്ള ആളുകൾ വാങ്ങുമ്പോൾ അവിടെ പ്രശ്നം ഉയരാനുള്ളൊരു കാരണം, ആളുകൾ ആശങ്കപ്പെടാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ പ്രതിപക്ഷം ഇങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കാനുള്ള കാരണം, അവിടെ ഇപ്പോൾ ഒരു റിസോർട്ടുകൾ പണിയുന്നു, ഹോട്ടലുകൾ പണിയുന്നു, സ്കൂളുകൾ പണിയുന്നു, ഗേറ്റഡ് കമ്മ്യൂണിറ്റികൾ ഉണ്ടാകുന്നു. ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു വലിയ റെസിഡൻഷ്യൽ ബ്ലോക്ക് ഉണ്ടാകുന്നു. അവിടെ ഇസ്രായേലിൽ നിന്നുള്ള സിറ്റിസൺസ് മാത്രം അവിടെ താമസിക്കുന്നു. അതാണ് അവർക്ക് അസ്വസ്ഥമാകുന്നത്. അതൊരു കൾച്ചറൽ ഗ്യാപ്പ് സ്വാഭാവികമായിട്ട് ഉണ്ടാകും. നമുക്ക് സൈപ്രസ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി കൂടുതലുള്ള സ്ഥലമാണ് എന്ന് മാത്രമല്ല, സൈപ്രസ് എന്ന് പറഞ്ഞൊരു ദ്വീപാണ്. ഈ സൈപ്രസിന് വേറൊരു ചരിത്രം കൂടിയുണ്ട്. അവിടെ പ്രധാനമായിട്ട് 2 ജനവിഭാഗങ്ങളുണ്ട്. ഒന്ന് ടർക്കിഷ് വംശജരും ഗ്രീക്ക് വംശജരും. ഗ്രീസ് ഒരു സൈനിക ഭരണത്തിന് കീഴിലായിരുന്ന സമയത്ത് ഈ സൈപ്രസിൽ ഒരു പട്ടാള അട്ടിമറി ഉണ്ടാവും. സ്വാതന്ത്ര്യം കിട്ടിയത് 60കളിലോ മറ്റുമാണ്. ആ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു പട്ടാള അട്ടിമറി ഉണ്ടാവുകയും അവിടെ ഒരു പട്ടാള ഭരണം വരികയും ചെയ്തു. അപ്പോൾ ആ പട്ടാള ഭരണകൂടം ഈ സൈപ്രസിനെ ഗ്രീസിലേക്ക് ലയിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി. അപ്പോൾ ഇതിന് ഐലൻഡിൻ്റെ നോർത്തേൺ സൈഡിലുള്ള ഈ തുർക്കിഷ് വംശജർക്ക് കൂടുതൽ മജോറിറ്റിയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, തുർക്കി ഇൻവേഡ് ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിലൊരു തർക്കമാവുന്നു, വലിയ ക്ലാഷ് ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ സൈപ്രസിൻ്റെ വടക്കൻ ഭാഗം തുർക്കിയുടെ അധീനതയിലാണ്. അതൊരു സ്വതന്ത്ര പരമാധികാര രാജ്യമായിട്ട് ലോകം അംഗീകരിച്ചിട്ടില്ല, പക്ഷേ തുർക്കി മാത്രം അംഗീകരിക്കപ്പെടുന്ന ഒരു ഓട്ടോണമിക് റീജിയനായിട്ട് അത് തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെ ചില ക്ലാഷസ് ഉള്ള സ്ഥലം കൂടിയാണ് സൈപ്രസ്. അതിൻ്റെ തെക്കൻ ഭാഗത്താണ്, അതായത് ഈ സൈപ്രസ് റിപ്പബ്ലിക്കിലേക്കാണ് ഇവരുടെ കുടിയേറ്റം വരുന്നത്. ഇതിനെ അവിടുത്തെ പ്രതിപക്ഷം സംശയത്തോടെ നോക്കിക്കാണുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത്ര ഒരു വലിയ തോതിലുള്ള കുടിയേറ്റം അങ്ങോട്ട് നടക്കുന്നില്ല. അതിപ്പോഴും ഒരു വലിയ തോതിൽ സൈപ്രസിന് ഞങ്ങളുടെ ഹോംലാൻഡാണ് എന്ന് ഇസ്രായേലുകൾ പ്രഖ്യാപിക്കുകയോ, അല്ലെങ്കിൽ അതൊരു സ്ഥിരം തങ്ങളുടെ രാജ്യമാക്കി മാറ്റുകയോ, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് അവർ പൂർണ്ണമായും മൈഗ്രേറ്റ് ചെയ്യുന്നില്ല. പ്രശ്നം അവിടെയല്ല, എന്തുകൊണ്ട് ഇവരിതിങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഇസ്രായേലിയരുടെ ഒരു പ്ലാൻ ബി ആണ്. ആ പ്ലാൻ ബി ഉണ്ടാകുന്നത് ഒക്ടോബർ 7 ഈ 2021 ഒക്ടോബർ 7 ഹമാസ് അറ്റാക്കിന് ശേഷമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2021 ശേഷം, അതായത് കോവിഡിൻ്റെ സമയത്തിന് ശേഷം
ഇസ്രായേലിൽ നിന്ന് വലിയ തോതിലുള്ള ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇസ്രായേലിലെ ഒരു നല്ല ശതമാനം ആളുകൾ, ഒരു 25% പേരെങ്കിലും ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള ആളുകളാണ്. അത് യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരുടെ പിന്മുറക്കാരാണ്. അവരിൽ പലർക്കും ഇരട്ട പൗരത്വമുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളും പൗരത്വമുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇസ്രായേലിൽ എന്തെങ്കിലും പ്രശ്നം അവർ വെക്കേഷന് വേണ്ടി പോകുക, അവരുടെ മറ്റ് രാജ്യത്തേക്കായിരിക്കും. രണ്ട് രാജ്യത്തും പൗരത്വമുണ്ട്, അങ്ങോട്ട് പോകും, അവിടെ പോയി താമസിക്കും, അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷേ 2022 ശേഷം ഇസ്രായേൽ വിട്ടുപോകുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധനയുണ്ടാകുന്നു. അതായത് വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ ഈ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കെ തന്നെ മറ്റു രാജ്യത്തേക്ക് പോവുകയും തിരിച്ചു വരാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ 77% വർധനവ് 2022 ശേഷം ഉണ്ടാകുന്നുണ്ട്. 2023 ആകുമ്പോഴേക്കും അത് 120% അത് വർദ്ധിക്കുന്നു. ആളുകൾ പോയാൽ തിരിച്ചു വരുന്നില്ല ഇസ്രായേലിലേക്ക്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ഈ ഇസ്രായേലിലെ സോഷ്യൽ സയൻറ്റിസ്റ്റുകളും പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളും ചൂണ്ടിക്കാട്ടുന്ന കാര്യം, അതായത് ഒരു സേഫ് ജൂവിഷ് ഹോംലാൻഡ് എന്നൊരു ഫീൽ ഇസ്രായേൽ പൗരന്മാർക്ക് ഇസ്രായേൽ നൽകുന്നില്ല എന്നുള്ളതാണ്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഈ സെക്യൂരിറ്റി റീസണാണ്. ചുറ്റും ശത്രുക്കളാൽ വളഞ്ഞു വയ്ക്കപ്പെട്ട ഒരു രാജ്യമാണ്. തങ്ങൾക്ക് എത്രമാത്രം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും തൊട്ടപ്പുറം ഹൂത്തികൾ, ഇപ്പുറം ഹിസ്ബുള്ള, 2000 കിലോമീറ്റർ അകലെ ഇറാൻ, തൊട്ടുപ്പുറം ഹമാസ്. അപ്പോൾ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട ഒരു രാജ്യത്ത് എങ്ങനെയാണ് സുരക്ഷിതമായി ജീവിക്കുക എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ 2023 ഒക്ടോബർ 7 അറ്റാക്കിന് ശേഷം ഒരു സാധാരണ ഇസ്രായേലിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മിസൈൽ വരുമ്പോഴുള്ള സൈറൻ കേട്ടുകൊണ്ടാണ് അവർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയണിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ 2024 ഏപ്രിലിൽ ഇറാൻ നടത്തിയിട്ടുള്ളൊരു മിസൈൽ ആക്രമണം, അത് കാര്യമായി ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെട്ടെങ്കിൽ പോലും ഈ ബങ്കറുകൾക്കുള്ളിൽ ജീവിക്കുകയും സൈറൻ കേട്ട് ഞെട്ടിണിക്കുകയും ചെയ്യുന്ന ആൾക്കുണ്ടാകുന്നൊരു പോസ്റ്റ് ട്രോമാറ്റിക് ഡിസീസ് എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ടല്ലോ, ട്രോമാറ്റിക് സ്ട്രെസ് ഡിസീസ്. ഇത് സൈക്കോളജിക്കലി അവിടെ മനുഷ്യരെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഏറ്റവും അവസാനം ടെലവീവ് ലക്ഷ്യമാക്കിയിട്ട് ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണം, അത് നമ്മൾ വിചാരിക്കുന്ന അത്രയല്ല. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇസ്രായേൽ എന്ന രാജ്യത്ത് പതിക്കുന്ന ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ പതിക്കുന്ന ഒരു സമയമാണ് നമ്മൾ കഴിഞ്ഞു പോയത്. ഇത് ആളുകളെ സംബന്ധിച്ചൊരു പ്ലാൻ ബി ഉണ്ടാക്കുന്നു. ഒരു സേഫ് ഹാവനല്ല, തങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമല്ല ഇതെന്നൊരു തോന്നൽ ഇസ്രായേലിൽ ഉണ്ടാക്കുന്നു. അവർ വ്യാപകമായി ഇവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് മാറി പോവുകയാണ്, മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായി പോകുന്നത്, സൈപ്രസിലേക്കല്ല. പക്ഷേ സൈപ്രസിൽ അവർ എന്ത് ചെയ്യുന്നു, സൈപ്രസ് എന്ന് കരുതുന്നവർക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഒരു പ്ലാൻ ബി, ഒരു സെക്യൂർ ഹാവൻ എന്ന നിലയിൽ സൈപ്രസിൽ ഒരു വീട് പണിതിട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങോട്ട് പോകാമല്ലോ എന്ന അർത്ഥത്തിലാണ് അവരത് ചെയ്യുന്നത്. അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി വയ്ക്കുക, അവിടെയും ഇവിടെയുമായി താമസിക്കുക എന്ന അർത്ഥത്തിലാണ്. പക്ഷേ കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നത് സൈപ്രസിലേക്കല്ല, ഈ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വരാത്ത ഇസ്രായേലിയുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ പോകുന്ന ആളുകൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട എക്കണോമി എന്ന് പറയുന്നത് ഈ പറയുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു എക്കണോമിയാണ് അവരുടേത്. അതിപ്പോൾ മിലിറ്ററി എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ആയുധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് വലിയ തോതിലുള്ള ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട ടെക്നോക്രാറ്റുകൾ മുഴുവൻ രാജ്യം വിട്ടുപോകുന്നു എന്നുള്ളത് അവരുടെ എക്കണോമിയെ തന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് അവിടെ തന്നെ പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോഴാണ് ഈ സൈപ്രസിലേക്കുള്ള ഈ കുടിയേറ്റം ചർച്ചയാവുന്നത്. ഇത് സൈപ്രസിൽ ചർച്ചയാവുന്നത് പോലെ തന്നെ ഇസ്രായേലിലും ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു സൊസൈറ്റി എന്ന നിലയിൽ ഇസ്രായേൽ എത്രമാത്രം അരക്ഷിതരാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് ഈ പറയുന്ന ഒരു എക്സോഡസ്. ഇസ്രായേലിൽ നിന്നുള്ള ഒരു പലായനം, അത് അവരെത്രമാത്രം അരക്ഷിതരായാണ് ജീവിക്കുന്നത് എന്നുള്ളതിന് തെളിവാണ്. അത് ഇനി കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. പക്ഷേ അതെങ്ങനെയാണ് വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന അരക്ഷിതാവസ്ഥ എന്ന് പറയുന്ന സംഗതി എന്തുമാത്രം വലുതായിരിക്കുന്നു ഇസ്രായേലിനകത്തുനിന്നുള്ളതാണ് ഈ പുറത്തേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കാണിക്കുന്ന പ്രധാന കാര്യം. അത് ഒക്ടോബർ 7 അറ്റാക്ക് ഉണ്ടായതിനു ശേഷം പ്രത്യാക്രമണത്തിന് മുൻപ് തന്നെ ഇസ്രായേൽ വിടാമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി എന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള പഠനങ്ങൾ തന്നെ പറയുന്നത്. ഒക്ടോബർ 7 അറ്റാക്ക് ഉണ്ടായി, അതിനുശേഷം മാരകമായ തിരിച്ചടി കൊടുത്ത് എക്കാലത്തേക്ക് നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള വലിയ പ്ലാനൊക്കെ പ്രഖ്യാപിച്ചല്ലോ. പക്ഷേ അതിനു മുമ്പ് തന്നെ തിരിച്ചടിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും നെതന്യാഹു ചെയ്യട്ടെ, നമുക്ക് പോകാം എന്ന് പ്ലാൻ ചെയ്ത ആളുകളുടെ എണ്ണം അപ്പോൾ തന്നെ കൂടി തുടങ്ങിയിട്ടുണ്ടെന്നാണ്. അതിനുശേഷം ഏറ്റവും അവസാനം സംഭവിക്കുന്നതാണ് ഇറാനുമായിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റാണ്. അതിൽ വ്യാപകമായ നാശമുണ്ടായി, ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ആളുകളും ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് വിചാരിച്ച് പോകാനുള്ള തീരുമാനമെടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയായിട്ടാണ് ഈ സംഗതിയെ കാണേണ്ടത്. ഇസ്രായേൽ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി സ്റ്റേറ്റാണ് ലോകത്ത്. ഇസ്രായേലിലുള്ള ആളുകൾ, ഇപ്പോൾ മലയാളികളായ ചില വ്ളോഗർമാരൊക്കെ അവിടെ നിന്ന് നിരന്തരം വ്ളോഗ് ചെയ്യുന്ന കാണാം. ഇവിടെ ഒരു പ്രശ്നമില്ല, ഇവിടെ വരുന്ന എല്ലാ മിസൈലും അടിച്ചു കളയാണ്, ഒന്നും പേടിക്കാനില്ല, സുരക്ഷിതമാണെന്ന് പറയുമ്പോഴാണ് 10,000-ഓളം ആളുകൾക്ക് അവിടെ വീട് നഷ്ടപ്പെട്ടത്. ഒരു മിസൈൽ വാറിൽ മാത്രമായിട്ട് ഫുൾ ഫ്ലഡ്ജ് യുദ്ധത്തിലേക്ക് കടന്നിട്ടില്ല എന്നത് ഓർക്കണം. അപ്പോൾ അതുണ്ടാക്കുന്ന ഇൻസെക്യൂരിറ്റി ഭയങ്കരമാണ്. കാരണം അത്രയും സെക്യൂരിറ്റി അമേരിക്കയിൽ 2000 ഈ ട്വിൻ ടവർ ആക്രമണം ഉണ്ടായല്ലോ, അതുണ്ടാക്കിയ ഏറ്റവും വലിയ മാനസികാഘാതം
അമേരിക്കക്കാരായ നമ്മൾ ആക്രമിക്കപ്പെടുകയോ എന്നതായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് നമ്മുടെ രാജ്യം എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ബോംബിടും. മറ്റുള്ളവരെ ആക്രമിക്കാനുള്ളവരാണ് നമ്മൾ ഒരു കാലത്തും ആക്രമിക്കപ്പെടില്ല എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പ്രിവിലേജിൽ ജീവിക്കുന്നവരാണ് അമേരിക്കയിലും ഇസ്രയേലിലും ഒക്കെ ആളുകൾ. പിന്നെ ഈ പറഞ്ഞ നാറ്റോയിലൊക്കെ ഉള്ളവർ ഒരു സന്ദർഭത്തിൽ അവരുടെ അടുത്തൊരു ചെറിയ പടക്കം പൊട്ടിയാൽ അവരുടെ ഇൻസെക്യൂരിറ്റി ഭയങ്കരമായി പോകും. കാരണം അവർക്കത് അനുഭവമില്ല. മനുഷ്യരുടെ ചോരയുടെ ഗന്ധം അനുഭവമില്ലാത്തതാണ്. ഇത് ഇവരെ ഭയങ്കരമായി ഇൻസെക്യൂർ ആക്കിയിട്ടുണ്ട് ഒന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പുറത്തേക്ക് പോകാൻ ആലോചിക്കുന്നു. പുറത്തേക്ക് പോകുന്നുള്ളത് വസ്തുതയും കണക്കുമാണ്, ഡേറ്റയാണ്. അത് സൈപ്രസിലുള്ള മനുഷ്യർ, ഇപ്പം നേരത്തെ അജ്മീസ് പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഏത് സമയത്തും ആക്രമിക്കും. അപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജിക് ബാക്ക് യാർഡ്, നമ്മൾ വേറൊരു സ്ഥലം കണ്ടുവയ്ക്കുക, ആവശ്യമുള്ളപ്പോൾ പോകാനും വരാനും. ഇതിനു വേണ്ടി അവർ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അവിടുത്തെ വിമർശനം. കാരണം ഇവർ രണ്ട് കാര്യങ്ങൾ കാണണം. ഒന്ന്, ഇവർ സെറ്റിലേഴ്സായിട്ട് കടന്നു കയറി എവിടെയും കളമുണ്ടാക്കാൻ ഉള്ള ചരിത്രമുള്ളവരാണ് ഒന്ന്. രണ്ടാമത്തേത്, ഇവർക്ക് ഇപ്പോൾ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു, ഇവർക്ക് പുറത്തേക്ക് പോയേ പറ്റൂ. ഈ രണ്ട് വസ്തുതകളെ, ഒരു വർത്തമാന വസ്തുതയും ഒരു ചരിത്ര വസ്തുതയും മുൻനിർത്തിക്കൊണ്ടാണ് സൈപ്രസിലെ പ്രതിപക്ഷ പാർട്ടികൾ നമ്മൾ ഈ കൊടുക്കുന്ന ഇളവുകൾ ഇവർ താപ്പാക്കി എടുക്കുകയാണ്. അത് നമുക്ക് ഭാവിയിൽ പ്രശ്നം ഉണ്ടാക്കും എന്ന ആരോപണം ഉന്നയിക്കുന്നത്. അവരുടെ സ്കൂൾ ഉണ്ടാക്കുന്നു, അവർ മറ്റവരുടെ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു, ഗെറ്റോകൾ ഉണ്ടാക്കുകയാണ്. ഫൈനലി നമുക്ക് കടക്കാൻ കഴിയാത്ത ഇടങ്ങളുണ്ടാക്കും. അത് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവർ വേറൊരു സ്ഥലമാക്കി ഇതിനെ മാറ്റുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഉള്ള ഒരു പ്രധാന സംഗതി, ഭയങ്കരമായി ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ പോയിട്ടില്ല. ആ കൂടി 10,000-15,000 പേരും കണ്ടേ എവിടെയുള്ളൂ. 4,000-ഓളം കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ ഭൂമിയും പ്രോപ്പർട്ടിയും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. സൈപ്രസിന് ഈ പറഞ്ഞ പോലെ ദ്വീപ് രാഷ്ട്രം എന്നുള്ള പ്രത്യേകതയുണ്ട്, ഒരു സ്ട്രാറ്റജിക് ഒരു പോയിൻ്റ് എന്നുള്ള പ്രത്യേകതയുണ്ട്. EU മെമ്പർഷിപ്പുള്ള രാജ്യമാണ്. ആ നിലയ്ക്കുള്ള എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി ഏറ്റവും അവൈലബിൾ ബെസ്റ്റായിട്ടുള്ള ഒരു രാജ്യത്തെ ഇവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അത് നമ്മൾ തടഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ സാംസ്കാരികവും രാഷ്ട്രീയവും ഉടമസ്ഥാപരവുമായിട്ടുള്ള നമ്മുടെ സാധ്യതകൾ അവസാനിക്കാൻ പോകുന്നുള്ള ഭയങ്കരമായ സംഗതി അവർ പ്രചരിപ്പിക്കുന്നു. ഇതിവർ ജൂയിഷ് വിഭാഗത്തോടുള്ള ഹെയ്റ്റ് ആണെന്നൊക്കെ പറയുന്നു. ശരിയാണ്, അത് ഉണ്ടാക്കാൻ പോകുന്ന വിടവ് ചെറുതല്ല. അങ്ങനെ ഒരു പ്രചരണം നടത്തിയാൽ ഒരു കൂട്ടം ആൾക്കാർ നമ്മളോട് വന്ന് താമസിക്കുകയാണ്, അവർ നമ്മുടെ നാട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യയുടെ സംസ്കാരത്തെയും രാഷ്ട്രീയമായും ഇല്ലാതാക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുകയാണ്, അവരെ നമ്മൾ ഓടിക്കണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നടക്കുന്ന ഇത്തരം ഹെയ്റ്റ് സ്പ്രെഡ് അല്ലെങ്കിൽ വസ്തുതകളുടെ വേണ്ടത്ര പിൻബലമില്ലാതെ നടക്കുന്ന ഭയാശങ്ക പടർത്തലൊന്നും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു കാര്യം കാണണം, സൈപ്രസ് പോലുന്ന ഒരു രാജ്യം, ജൂതന്മാർ ഇവിടെ കുടിയേറി വലിയ തോതിൽ താമസിക്കാൻ പോവുകയാണ്, നമ്മൾ പേടിക്കണമെന്ന് പ്രചരിപ്പിക്കുന്നു. അതേസമയം മുസ്ലിങ്ങൾ ജൂതന്മാരെ ഇല്ലാതാക്കാൻ നടക്കുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ വെറുതെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ കണക്കെടുത്ത് നോക്കുക, ഗൂഗിൾ പോയിട്ട് ഏതൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ജൂതന്മാർ സമാധാനത്തോടെ ജീവിക്കുന്നത് സെർച്ച് നോക്കുക, നിങ്ങൾക്ക് എമ്പാടും രാജ്യങ്ങളുടെ പട്ടിക കിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞ ഇറാനുണ്ടല്ലോ, ഇറാനിലടക്കം ജൂതർ സ്വസ്ഥതയുടെയും സമാധാനത്തോടെയും ജീവിക്കുന്നുണ്ട്. അവരെ നമ്മുടെ സംസ്കാരത്തിനെതിരാണെന്ന പേരിൽ അവരെ ആരും ഒരു വേട്ടയാടി പിടിക്കുന്നില്ല. ഈജിപ്തിലുണ്ട്, ഇറാഖിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, UAE യിലുണ്ട്, നിങ്ങൾ മൊറോക്കോയിലുണ്ട്, എത്രമാത്രം രാജ്യങ്ങളെടുത്ത് നോക്കിയോ അവിടെയെല്ലാം ഇവർ സ്വസ്ഥതയോടെ ജീവിക്കുന്നു. നോക്കൂ, സൈപ്രസിൽ ഇവർ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാർ പറയുകയാണ്, ഇവന്മാർ സെറ്റിലേഴ്സായിട്ട് വന്നിട്ട് സ്ഥലം പിടിച്ചെടുക്കുന്ന ആൾക്കാരാണ്, അവരെ പേടിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൽ കാണേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഇൻസെക്യൂരിറ്റി ഇസ്രായേലിനെ പിടികൂടിയിരിക്കുന്നു. ഇസ്രായേലിന് എത്ര വീടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതോ, ഇസ്രായേലിന് എത്ര പോർവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതോ, ഇസ്രായേലിന് മിലിറ്ററിയിൽ നിന്ന് നാശമുണ്ടായിരുന്നുള്ളതല്ല. ആ രാജ്യം എടുത്തുയർത്തി വെച്ച ഏറ്റവും വലിയ സെല്ലിംഗ് പോയിൻ്റ് അവരുടെ സെക്യൂരിറ്റി ആയിരുന്നു. അത് തകിടം മറിഞ്ഞിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ സംഗതി. അത് കാണേണ്ടതാണ്. രണ്ടാമത്തേത്, ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ അധിനിവേശക്കാരാണെന്ന ഫീൽ ഇവരെക്കുറിച്ച് ലോകത്തിനുണ്ട് എന്നാണ് ഒരു കാര്യം, അല്ലേ? അല്ല, അവരുടെ സ്വന്തം രാജ്യത്ത് ജീവിക്കുന്നു, അവർക്ക് അവരെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് എല്ലാവരും വിചാരിക്കുക. അങ്ങനെയല്ല, ഇവന്മാർ അവിടെ വേണമെങ്കിൽ എന്തും കാണിച്ചോട്ടെ, നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ ഇവർ അധിനിവേശം ചെയ്യും, ഇവരുടെ പ്ലാൻ അതാണ് എന്ന് ഭയപ്പെടുന്ന ആൾക്കാർ ലോകത്തുണ്ട്. അതിൻ്റെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് അവർക്ക് വെസ്റ്റ് ബാങ്കാണ് എന്നതുകൂടി കാണണം. ശരി.